സമൂഹത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും സാധു എന്ന് കരുതുന്ന ആളുകൾ മാക്സിമം മനസ്സിൽ ക്രൂരതയുള്ളവരും, എന്നാൽ ക്രൂരന്മാരാണെന്ന് കരുതുന്ന ആളുകൾ വളരെ സിമ്പിളായ ആളുകളുമായിരിക്കും. ചില ആളുകൾ മനഃപൂർവ്വം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ദിവസം ഒരു ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഓ നിങ്ങളിപ്പോൾ മീഡിയയിൽ ആക്റ്റീവാണല്ലേ, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ പാഷനാണത്, എൻ്റെ ഇഷ്ടമാണ്, ഒരു വരുമാന മാർഗമായിട്ടല്ല, കുറച്ചൊക്കെ മെസ്സേജുകൾ ഓരോരുത്തർക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളെപ്പറ്റി ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്? അത് പറയാൻ അയാൾ തയ്യാറല്ല. ആ പറഞ്ഞ കാര്യം എന്താണെന്നോ പറഞ്ഞ വ്യക്തി ആരാണെന്നോ പറയാനും അയാൾ തയ്യാറല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എത്ര ധൈര്യമുള്ള ആളുകളാണെങ്കിലും നമുക്കൊരു ഭയമല്ല, നമുക്കൊരു ആൻസൈറ്റി ആയിരിക്കും, എന്തായിരിക്കും എന്നെപ്പറ്റി അയാൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഈ ഫ്രണ്ട്സിൽ നമ്മളോട് അസൂയുള്ളവരുണ്ടാകാം. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. കാരണം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരിൽ നിന്നും ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് നമ്മൾക്കുണ്ടാവുകയുള്ളൂ. നമ്മളുടെ ഹാപ്പിയസ്റ്റായ മൂമെൻറ്റോ നമ്മൾക്കുണ്ടാവുന്ന അച്ചീവ്മെൻറ്റ്സോ ഒന്നും തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ ഹർട്ടാകും എന്ന് കരുതി നമ്മൾ ഓരോ കാര്യം ചെയ്തു വെക്കുമ്പോൾ നമ്മളിവിടെ ഹർട്ടാവുകയാണ് ചെയ്യുന്നത്. അവരെ ഹർട്ടാക്കാതിരിക്കാൻ മാക്സിമം സന്തോഷം അവർക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഹർട്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഹർട്ടാവുന്നതിലൂടെ നമ്മളുടെ സന്തോഷം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. കാരണം വേദന, അതുപോലെ തന്നെ സങ്കടം, ദുഃഖം, നിരാശ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. 100% ഒരു മനുഷ്യനും പൂർണ്ണനല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തള്ളിക്കളഞ്ഞ് വേറെ മേഖലയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. കാരണം അവരുടെ ജീവിത സാഹചര്യം അതാണ്. അപ്പോൾ എത്ര സ്നേഹിച്ച വ്യക്തിയാണെങ്കിലും അവൻ ഹർട്ടായിട്ടുണ്ട്, അവൻ വേദനിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവൻ അറിയാം. പക്ഷെ എന്നാലും അവന് പോയേ പറ്റൂ, അവൻ്റെ ജീവിത സാഹചര്യം അതാണ്. അപ്പോൾ ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മളെ എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹം തരാത്ത ആളുകൾ, വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്ന ആളുകൾ, നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മളുടെ സ്നേഹം തിരിച്ചറിയാതെ നമ്മളെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു നിസ്സംഗതയോടുകൂടി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവരൊരു സെൽഫ് അനാലിസിസിന് വിടുക, സെൽഫ് അനാലിസിസ് നടത്തി അവർ തിരിച്ചു വരട്ടെ. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം അവർ തിരിച്ചറിയുകയും ചെയ്യും, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ്, ശാന്തമായിട്ടിരിക്കുക. പിന്നെ ബാക്കിയെല്ലാം തന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി നടത്തിക്കൊള്ളും. അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഗോഡ് ഉണ്ട്, ആ ഗോഡ് നടത്തിക്കൊള്ളും. പക്ഷെ മനസ്സ് എപ്പോഴും പ്യുവറായിട്ടിരിക്കുക, സിൻസിയറായിട്ടിരിക്കുക. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിക്ക് ഒരർത്ഥമുണ്ടെന്നും അത് സിൻസിയറായിട്ടുള്ള നല്ലൊരു പ്രവൃത്തിയാണെന്നും ഞാൻ ആരെയും ഹർട്ട് ചെയ്തിട്ടില്ല എന്നും നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്.